ഹലോ ഗായ്സ്, അപ്പോൾ നമ്മൾ LBS ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള കാര്യം പറഞ്ഞിട്ടുണ്ട്. അതായത് നമ്മുടെ ഈ മെയ് 14 മുതൽ ജൂൺ 7 വരെയാണ് നമ്മുടെ LBS ആപ്ലിക്കേഷൻ ഡേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഡേറ്റിനകത്ത് നമ്മൾ എന്ത് ചെയ്യണം, ഈ ഡേറ്റിനകത്ത് നമ്മുടെ ഡോക്യുമെന്റ്സ് കാര്യങ്ങളൊക്കെ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ട് അക്ഷയ സെന്റർ വഴി വേണമെങ്കിൽ നമുക്ക് അപ്ലൈ ചെയ്യാം. അക്ഷയ സെന്റർ വഴി നമ്മൾ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ഒരു ബെനിഫിറ്റ് എന്താണെന്ന് പറയുമ്പോൾ, നമ്മൾ ഡോക്യുമെന്റ്സ് കാര്യങ്ങളൊക്കെ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ അത് അക്ഷയയിൽ കൊണ്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അപ്ലൈ ചെയ്യുന്ന സമയത്ത് കൊണ്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർ ഡയറക്റ്റ് അത് സ്കാൻ ചെയ്തിട്ട് അവർ PDF ഫോർമാറ്റ് ആക്കിയിട്ട് അവരിനെ എന്ത് ചെയ്യും, അപ്ലോഡ് ചെയ്ത് തരും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അത്രയും ബുദ്ധിമുട്ട് കുറയും. അതുകൊണ്ടാണ് അക്ഷയ സെന്റർ വഴി ചെയ്യാന്ന് പറഞ്ഞിട്ടുള്ളത്. പിന്നെ ഈ വീഡിയോ ചെയ്യാനുള്ള മെയിൻ കാരണം എന്ന് പറയുമ്പോൾ അതായത് LBS ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യം പറഞ്ഞുള്ള ഒരു വീഡിയോ ഇട്ടപ്പോൾ അതിന്റെ താഴെ വന്നിട്ടുള്ള ഒരുപാട് കമന്റിൽ ചോദിക്കുന്നതാണ്, നമ്മുടെ അതായത് +2 സ്റ്റുഡൻസിന്റെ റിസൾട്ട് വന്നിട്ടില്ലല്ലോ, നമ്മുടെ സ്റ്റേറ്റിന്റെ +2 റിസൾട്ട് വന്നിട്ടില്ലല്ലോ, അപ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്, റിസൾട്ട് വരാണ്ട് നമുക്ക് LBS അപ്ലൈ ചെയ്യാൻ പറ്റുമെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഈ വീഡിയോയിൽ പറയുന്ന ആ ഒരു കാര്യത്തിന് പറ്റിയിട്ടാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ റിസൾട്ട് വന്നില്ല എന്ന് വിചാരിച്ച് പ്രശ്നം കാര്യങ്ങളൊന്നുമില്ല. കാരണം നിങ്ങൾ എക്സാം എഴുതിയിട്ടുള്ള നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ ഉണ്ട്. അപ്പോൾ ഈ രജിസ്റ്റർ നമ്പർ എന്ത് ചെയ്യണം, നിങ്ങൾ LBSന് അപ്ലൈ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ രജിസ്റ്റർ നമ്പർ കൂടെ ഒന്ന് കഴുത്തി വെച്ചേക്കണം. അപ്പോൾ ഈ രജിസ്റ്റർ നമ്പർ നമ്മൾ അക്ഷയ സെന്റർ വഴി കൊടുത്താൽ മതി. അവർ ചോദിക്കും നമ്മുടെ കയ്യിൽ നമ്മുടെ റാങ്ക് ലിസ്റ്റ് അല്ലെങ്കിൽ നമ്മുടെ മാർക്ക് ലിസ്റ്റ് ഉണ്ടോ എന്ന് ചോദിക്കും, മാർക്കിന്റെ സർട്ടിഫിക്കറ്റ് ഉണ്ടോ എന്ന് ചോദിക്കും. അതില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ നമ്മളെടുത്ത് ചോദിക്കും എന്താ നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ എത്ര, അതായത് നിങ്ങൾ +1 +2 എക്സാം എഴുതിയതിന്റെ നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ എത്ര എന്നുള്ള കാര്യം മാത്രമേ അവർ ചോദിക്കത്തുള്ളൂ. അപ്പോൾ ആ നമ്പർ പറഞ്ഞു കൊടുത്താൽ അവരെന്ത് ചെയ്യും, ആ അക്ഷയയിൽ നമ്മൾ എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നത് അതുവഴി അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഈ രജിസ്റ്റർ നമ്പർ അപ്ലോഡ് ചെയ്ത് കൊടുത്താൽ നമ്മുടെ റിസൾട്ട് വരുന്ന സമയത്ത് നമ്മുടെ റിസൾട്ട് ഡയറക്റ്റ് എങ്ങോട്ടേക്ക് പോകും, LBS സെന്റേഴ്സിന് കിട്ടും. അതായത് LBS ആപ്ലിക്കേഷൻ മെയിൻറ്റെയിൻ ചെയ്യുന്ന ആ ഒരു ടീംസിന്റെ കയ്യിൽ എന്ത് കിട്ടും, നമ്മുടെ റിസൾട്ട് കിട്ടും. അപ്പോൾ അതുവഴിയാണ് അവർ ബാക്കി റാങ്ക് ലിസ്റ്റ് കാര്യങ്ങളൊക്കെ പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു അതായത് ഇപ്പോൾ നമ്മൾ +2യുടെ സർട്ടിഫിക്കറ്റ് ഇല്ല, അല്ലെങ്കിൽ നമുക്ക് +2 റിസൾട്ട് വന്നിട്ടില്ല എന്ന് വിചാരിച്ച് ആരും പേടിക്കൊന്നും വേണ്ട. നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ കൊടുത്താൽ മതി. അതുവഴി നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങളുടെ LBSന് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ജൂൺ 7 വരെ മാത്രമേ ഉള്ളൂ നമ്മുടെ ഡേറ്റ് എന്ന് പറഞ്ഞിട്ടുള്ളത്. അതിനു മുമ്പ് എല്ലാ ഡോക്യുമെന്റ്സും ക്ലിയർ ചെയ്ത് കറക്റ്റ് ആയിട്ട് പ്രിപ്പയർ ചെയ്തിട്ട് വേണം നിങ്ങൾ LBSന് അപ്ലൈ ചെയ്യാൻ. പിന്നെ ഡോക്യുമെന്റ്സിന്റെ വീഡിയോ ഞാൻ താഴെ കമന്റിൽ കൊടുക്കാം. അപ്പോൾ ഡോക്യുമെന്റ്സിന്റെ വീഡിയോ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്, അവിടെ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്താൽ മതി എന്തൊക്കെ ഡോക്യുമെന്റ്സ് വേണമെന്ന്. പിന്നെ ഈ നോൺ ക്രീമി ലെയർ സർട്ടിഫിക്കറ്റ് എല്ലാവർക്കും വേണമെന്ന് ചോദിക്കുന്നുണ്ട്. അതായത് നമ്മൾ അധികം സ്റ്റുഡൻസിനും, അതായത് നമ്മളിപ്പോൾ LBSന് അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് നോൺ ക്രീമി ലെയർ സർട്ടിഫിക്കറ്റ് ആവശ്യമാണ്. അതുപോലെ തന്നെ ഇത് നമ്മുടെ അക്ഷയ സെന്റർ മുഖേന തന്നെയാണ് ഇതിനും അപ്ലൈ ചെയ്യുന്നത്, ഈ നോൺ ക്രീമി ലെയർ സർട്ടിഫിക്കറ്റിന് വേണ്ടിയിട്ട്. ഇത് കൊടുത്തിട്ടുണ്ട് ഒരു 3-4 ദിവസത്തിനകം നമുക്ക് സർട്ടിഫിക്കറ്റ് റെഡി ആയിട്ട് കിട്ടും. പിന്നെ നമ്മളുടെ പഴയ സർട്ടിഫിക്കറ്റ്സ് ആണെങ്കിൽ അതിന്റെ ഡേറ്റ് കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുക, അതായത് കറക്റ്റ് വാലിഡിറ്റി ഉണ്ടോ. അതായത് എല്ലാ സർട്ടിഫിക്കറ്റും താഴെ എഴുതിയിട്ടുണ്ടാവും എത്ര വർഷം ഇതിന് വാലിഡിറ്റി ഉണ്ട്. ചിലപ്പോൾ 1 ആവാം, ചിലപ്പോൾ 3 ആവാം. ഈ 1, 3 കോമൺ ആയിട്ട് കാണുന്നത്. അപ്പോൾ ഓരോ സർട്ടിഫിക്കറ്റിനും ബേസ് ചെയ്തിട്ട് അതിന്റെ വാലിഡിറ്റി ഉണ്ടോ ഇല്ല എന്നുള്ള കാര്യം ചെക്ക് ചെയ്തിട്ട് വേണം നമ്മൾ LBSന് അപ്ലൈ ചെയ്യുമ്പോൾ കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ താഴെ ചോദിച്ചാൽ ഞാൻ കമന്റിൽ റിപ്ലൈ തരാം.